ഡോക്ടർ ജയപ്രകാശ്, താങ്കൾ ഈ ചൈൽഡ് സൈക്കാട്രി ഫോക്കസ് ചെയ്യുന്ന ഒരു മനോരോഗ വിദഗ്ധൻ കൂടിയാണ്. ആ അർത്ഥത്തിൽ കാരണം ഇവിടെ ഈ ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ എലമെൻറ്റ് പറയുന്നു, പിന്നീട് എന്താണ് സിനിമയുടെ എലമെൻറ്റ് പറയുന്നു. പക്ഷേ ഇതൊക്കെ നമുക്ക് ആധുനിക ലോകത്ത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഘടകങ്ങളാണ്. എങ്ങനെയാണ് ഇതിൻ്റെ നടുവിലൂടെ കുട്ടികൾക്ക് അത്തരം എന്താണ് ദിശകളുണ്ടാകാതെ, തെറ്റായ ദിശകളുണ്ടാകാതെ പോകാനാകുന്നത് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതെന്ന് തോന്നുന്നു. ഇവിടെ എന്താണ് താങ്കൾ ഈ കരുവാറ്റ കൊലപാതകത്തിൽ പ്രത്യേകമായി കാണുന്നത്? ഇത് നമ്മൾ സാധാരണഗതിയിൽ ക്ലിനിഷ്യൻ എന്നുള്ള രീതിയിൽ, ചൈൽഡ് സൈക്കാട്രിസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ കാണുമ്പോൾ ഇതൊരു ക്ലാസിക്കൽ ടെക്സ്റ്റ് ബുക്ക് ഡിസ്ക്രിപ്ഷൻ ആണ്. ശരിക്കും പറഞ്ഞാൽ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് നമ്മൾ PGസിനെയും UGസിനെയും പഠിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ക്ലാസിക്കൽ ടിപ്പിക്കൽ കേസ് എന്ന് പറയും. ടിപ്പിക്കൽ ക്ലാസിക്കൽ ടെക്സ്റ്റ് ബുക്ക് ഡിസ്ക്രിപ്ഷൻ കേസ് പോലെയാണ് ഇതിന്റെ പശ്ചാത്തലം, കുട്ടിയുടെ വളർന്നു വന്ന പശ്ചാത്തലവും എല്ലാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പൊ കുട്ടികളിൽ കുറ്റവാസന ഉണ്ടാകുന്നതിന് വളരെ നമ്മൾ സയന്റിഫിക് ആയിട്ട് പറയുമ്പം ബയോളജിക്കൽ, സൈക്കോളജിക്കൽ, സോഷ്യൽ റീസൺസ് ഉണ്ടെന്ന് നമ്മൾ ഓരോന്നും എടുത്ത് പരിശോധിക്കേണ്ടി വരും. ഇപ്പൊ ഈ കുട്ടിയുടെ അമ്മ രണ്ടാമത് കല്യാണം കഴിച്ചാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ആദ്യത്തെ ഭർത്താവായിരിക്കും കുട്ടിയുടെ അച്ഛൻ എന്ന് പറയുന്നത്. അപ്പൊ അച്ഛന്റെ പശ്ചാത്തലം എന്താണെന്നുള്ളത് നമ്മൾ ഇതിനകത്ത് ഇപ്പൊ ഡൈവേഴ്സ് ഒക്കെ ചെയ്യുകയും പിരിഞ്ഞു പോവുകയൊക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ ഫാമിലി റിലേഷൻഷിപ്പ് ഡിസ്റപ്റ്റഡ് ആകാൻ എന്ത് കാരണം എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങൾ വിശകലനം ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഫസ്റ്റ് മാരേജ് എങ്ങനെ വേർപിരിഞ്ഞു പോയി എന്നുള്ളതും അതിൽ ഓരോരുത്തരുടെയും റോൾ എന്തായിരുന്നു എന്നുള്ളതും എന്തൊക്കെ തരത്തിലുള്ള പശ്ചാത്തലത്തിലാണ് ഇവർ രണ്ടുപേരും ഉണ്ടായിരുന്നത് എന്നുള്ളത് നമ്മൾ വിലയിരുത്തേണ്ടി വരും. കാരണം ഈ പിന്നെ കുറ്റവാസനയുടെ സ്വഭാവ രീതികൾ ജനറ്റിക് ഇൻഹെറിറ്റൻസിന്റെ ഒരു ഫലമുണ്ട് ബയോളജിക്കലായിട്ട് നിങ്ങൾ നോക്കുമ്പോൾ. ഞങ്ങളിങ്ങനെയാണ് സാധാരണഗതിയിൽ ഓരോ കേസും വിശകലനം ചെയ്യുന്നത്. അപ്പോൾ ബയോളജിക്കലായിട്ടുള്ള തലം നമ്മൾ വിശകലനം ചെയ്ത് നോക്കും. ഇപ്പോൾ ഒരിക്കലും ഒരു കേസിൽ ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഒരു 12 വയസ്സുള്ള കുട്ടി സീവിയർ അഗ്രസീവ് ബിഹേവിയർ, ക്ലാസ്സിൽ അടികൂടുന്നു, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നു, വീട്ടിൽ സാധനങ്ങൾ പറക്കിയെറിയുന്നു, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നു, ക്രൂരമായ തരത്തിൽ ഉപദ്രവിക്കുന്നു. അപ്പോൾ ഈ ആൺകുട്ടിയുടെ പശ്ചാത്തലം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഒരു ഡിസ്റപ്റ്റഡ് ഫാമിലി എൻവയോൺമെന്റ് ആണ്. ഫാദർ പോക്സോ കേസിൽ ജയിലിൽ കിടക്കുകയാണ്. അതായത് ബയോളജിക്കൽ ഇൻഹെറിറ്റൻസിന്റെ ഒരു തലമുണ്ട്. പിന്നെ അതുപോലെ രണ്ടാമതാണ് സൈക്കോളജിക്കൽ ആയിട്ടുള്ള റീസൺസ്, സൈക്കോളജിക്കൽ തലം എന്ന് പറയുന്നത്. സൈക്കോളജിക്കൽ ആയിട്ടുള്ള തലം എന്ന് പറയുമ്പോഴത്തേക്ക് കുട്ടി വളർന്നു വന്ന പശ്ചാത്തലം എന്താണെന്നുള്ളതാണ് സൈക്കോളജിക്കലായിട്ട് നമ്മൾ നോക്കും. പ്രത്യേകിച്ച് അതിൽ പേരന്റിങ് ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് വരും. അതിൽ നമ്മൾ ക്ലാസിക്കൽ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഡിസ്ഫങ്ഷണൽ ഫാമിലിയാണ്, ഡിസ്റപ്റ്റഡ് ഫാമിലി എൻവയോൺമെന്റ്, ആൽക്കഹോളിസം, ഡൊമസ്റ്റിക് വയലൻസ്, സിംഗിൾ പേരന്റ്, അബാൻഡൻ ഫാമിലി. ഇവിടെയൊക്കെ വരുമ്പോഴത്തേക്ക് മറ്റേണൽ ഫിഗർ കുട്ടിക്ക്, ഒരു കുട്ടി ഏറ്റവും ചെറിയ കുട്ടിക്കാലം തൊട്ട് വളരുന്ന ഘട്ടം തൊട്ട് തന്നെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു മറ്റേണൽ ഫിഗറോ ഉണ്ടായിരുന്നോ എന്നുള്ളത് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നോക്കിയാൽ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു മറ്റേണൽ ഫിഗർ ഇല്ലാത്ത തരത്തിലോ അല്ലെങ്കിൽ ഡിസ്റപ്റ്റഡ് ഫാമിലി എൻവയോൺമെന്റിലോ കുട്ടി സ്വന്തം നിലയിൽ വളർന്നു വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും കുട്ടിക്ക് ശരിക്കും പറഞ്ഞ ഒരു ബിഹേവിയറൽ ഷേപ്പിങ്ങോ ആ രീതിയിലുള്ള തലങ്ങളിലുള്ള കുട്ടിക്ക് യാതൊരു തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള ഇൻഫ്ലുവൻസ് പേരന്റിങ്ങിന്റെ ഒരു സാധാരണ ശരിയായ പേരന്റിങ് കിട്ടാത്ത ഒരു സാഹചര്യം കുട്ടിയെ സംബന്ധിച്ചൊരു വലിയ വെല്ലുവിളിയായിട്ട് മാറും. അങ്ങനെയുള്ള കുട്ടികൾ സെൽഫ് എക്സ്പ്ലോറേഷൻസിലൂടെ ആയിരിക്കും അവർ കൂടുതൽ കാര്യങ്ങളും സ്വന്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ അവിടെയാണ് പിന്നെ ഈ നമ്മുടെ ആധുനിക ടെക്നോളജിയുടെ വരവിന്റെ ഒരു ഇൻഫ്ലുവൻസിന്റെ തലം എന്ന് പറയുന്നത്. ആധുനിക ടെക്നോളജി ഇപ്പൊ നമുക്ക് ഒഴിവാക്കാൻ കഴിയത്തില്ല. ആധുനിക ടെക്നോളജിയിലാണ് അവർ ജനിച്ചതും വളർന്നതും ജീവിക്കുന്നതും എന്നുള്ളത്. അപ്പൊ ആധുനിക ടെക്നോളജി ഏറ്റവും കൂടുതലായിട്ട് ഉള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വയലന്റ് ആയിട്ടുള്ള കാർട്ടൂണുകൾ, വയലന്റ് ആയിട്ടുള്ള വീഡിയോ ഗെയിമുകൾ കളിക്കുന്ന ഒരു സ്വഭാവം കുട്ടികളിൽ, പ്രത്യേകിച്ച് വയലന്റ് ആയിട്ടുള്ള കാർട്ടൂണുകളാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തലം. വയലന്റ് കാർട്ടൂണിന്റെ ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കിയാൽ ഡിസ്ട്രോയ് ചെയ്ത് മുമ്പോട്ട് പ്രൊസീഡ് ചെയ്യുന്നതാണ്. അപ്പോൾ കുട്ടിയെ സംബന്ധിച്ച് മനുഷ്യരെ കാണുന്നത് തന്നെ മനുഷ്യരും മറ്റും തരത്തിലുള്ള റിലേഷൻഷിപ്പൊക്കെ തന്നെ ഈ രീതിയിൽ ഡിസ്ട്രോയ് ചെയ്ത് മുമ്പോട്ട് പ്രൊസീഡ് ചെയ്ത് സക്സസ് ചെയ്യുന്ന, വിജയിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു കാർട്ടൂണിക്കായിട്ടുള്ള ഒരു ലൈഫ് കുട്ടി സോഷ്യൽ റിലേഷൻഷിപ്പിൽ രൂപപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ തലങ്ങളെല്ലാം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോഴത്തേക്ക് ഈ പർട്ടിക്കുലർ കേസിൽ ഇതിന്റെ എല്ലാം
അതുകൊണ്ട് തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ക്ലാസിക്കൽ ഡിസ്ക്രിപ്ഷൻ പോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന രീതിയിൽ. പിന്നെ സോഷ്യൽ ആയിട്ടുള്ള സ്ഥലം എന്ന് പറയുമ്പോഴത്തേക്ക് പുവർ സോഷ്യോ എക്കണോമിക് ഗ്രൂപ്പ് അല്ലെങ്കിൽ മിഡിൽ സോഷ്യോ എക്കണോമിക് ഗ്രൂപ്പ്. പുവർ സോഷ്യോ എക്കണോമിക് ഗ്രൂപ്പ് ഒരിക്കലും ഒരു നെഗറ്റീവ് ഫാക്ടറായിട്ട് നമുക്ക് കാണാൻ കഴിയത്തില്ല. പക്ഷേ അവിടെയുള്ള മറ്റു തരത്തിലുള്ള സ്ട്രെസ് ഫാക്ടേഴ്സ്, പ്രസിപ്പിറ്റേറ്റിംഗ് സ്ട്രെസ്ഫുൾ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ഡിസ്ഫങ്ഷണൽ ഫാമിലിയുടെ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ പ്രസിപ്പിറ്റേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്ന ഒരു തലത്തിൽ കുട്ടിയെ കൂടുതൽ നെഗറ്റീവായിട്ട് സ്വാധീനിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഏത് തരത്തിൽ നോക്കിക്കഴിഞ്ഞാലും നമുക്കൊരു ശരിക്കും പറഞ്ഞാൽ ബയോളജിക്കലാണെങ്കിലും സൈക്കോളജിക്കലാണെങ്കിലും സോഷ്യലാണെന്നുണ്ടെങ്കിലും ഒരു റീസൺസ് ആഡഡ് ഒരു മെനി ഫാക്ടേഴ്സ് വെയർ പ്ലേയിങ് ടുഗദർ എന്നുള്ളത് നമുക്ക് ഈ ഒരു കേസിൽ നമുക്ക് ഒന്നാമത് ശ്രീ നിലവിൽ ഡോക്ടർ ജയപ്രകാശ് ഇവിടെ മനസ്സിലാക്കിയെടുത്തോളം. ഇവിടെ സൂചിപ്പിച്ചൊരു കാര്യം, ഒന്ന് ഈ കുട്ടിയുടെ അമ്മ ആദ്യ വിവാഹ മോചനം നടന്ന് രണ്ടാമത് വിവാഹം കഴിച്ചതാണ്. ആ ആ ആ, ബന്ധത്തിൽ ഗർഭിണിയാകുന്നു, പിന്നീട് പ്രസവിക്കാനായി പോയ ഘട്ടത്തിലാണ് ഈ കൊലപാതകം ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായി ചിലപ്പോൾ അങ്ങനെയൊന്നും കാണണമെന്നില്ല, കാരണം ഈ കുട്ടി ചിലപ്പോൾ രക്ഷപ്പെടാനായി മറ്റൊരു രീതിയിലേക്ക് വഴിമാറ്റുന്നതായിരിക്കാം. പക്ഷേ എലമെൻറ്റുകൾ പുറത്തെത്തുന്നത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത് ഈ കുട്ടിക്ക് ഇപ്പോൾ ചോദ്യം ചെയ്യലിലൊക്കെ കുട്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് പോലീസിനോട് കാര്യങ്ങളൊക്കെ പറയുന്നത്. അതിൽ ആ കുട്ടിക്ക് ചിലപ്പോൾ ഒരുപക്ഷെ കുറ്റബോധം കണ്ടേക്കാം. മാത്രമല്ല ഈ എന്താണ് ഈ പേരൻറ്റിങ്ങിൻ്റെ പ്രശ്നങ്ങളൊക്കെ അവിടെ ചർച്ചയായി വരുന്നു. നിരന്തരം സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നു, നിരന്തരം കുറ്റപ്പെടുത്തലുകൾ വരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനാകാത്ത വിധം അവരെ കുറ്റപ്പെടുത്തുന്ന ഒരു ബന്ധുത്വം അവിടെ ഉണ്ടാകുന്നു. സ്വാഭാവികമായി അതിൻ്റെയൊക്കെ മുന്നിൽ ആ മുത്തശ്ശനാണ് എന്നതാണ് അവർ കാണുന്നത്. അങ്ങനെ ആ അർത്ഥത്തിലേക്ക് പോകാനുള്ളൊരു സാമൂഹിക അന്തരീക്ഷം ആ കുട്ടിയിൽ രൂപപ്പെടുന്നു. സ്വാഭാവികമായി അതിൻ്റെ സ്വാധീനത്തിൽപ്പെടുന്ന സുഹൃത്തുക്കളെ ഉപയോഗിച്ച് അതിന് ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു. അപ്പോൾ സമൂഹത്തിൻ്റെ ഒരു റോൾ അവിടെ ഉണ്ട്, കുടുംബത്തിലൂടെ ആയാലും മറ്റ് ഘടകങ്ങളിലൂടെ ആയാലും, അല്ലേ? തീർച്ചയായിട്ടും അത് നമ്മളിവിടെ കണ്ടെന്ന് നമ്മൾ കുട്ടിയെ ഈ ഒരു മേഖലയെ വർക്ക് ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിൽ കുട്ടിയെ ഒരിക്കലും നമ്മളൊരു കുറ്റവാളിയായിട്ട് നമ്മൾ കാണുന്നതേ ഇല്ല. അങ്ങനെ നമ്മൾ കാണാനും പാടില്ല എന്നുള്ളതാണ്. കുട്ടി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വളരുന്ന സാഹചര്യത്തിന്റെ പ്രോഡക്റ്റാണ്. വളരുന്ന സാഹചര്യം എന്ന് പറയുമ്പോഴത്തേക്ക് സൈക്കോ സോഷ്യൽ റീസൺസ് ഫാക്ടേഴ്സ് ആണ് അതിൽ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. ബയോളജിക്കൽ ഇൻഹെറിറ്റൻസ്, ബയോളജിക്കൽ തലം ഉണ്ട് എങ്കിൽ തന്നെ ബയോളജിക്കൽ ആയിട്ടുള്ള ഇൻഹെറിറ്റൻസിനെ തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള ഫാക്ടേഴ്സിനെ നമുക്ക് സൈക്കോ സോഷ്യൽ പിന്നെ തലങ്ങൾ മെച്ചപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ ബയോളജിക്കൽ ഇൻഹെറിറ്റൻസിന്റെ ഒരു തലത്തിനെ നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റും. അതിന്റെ നെഗറ്റീവ് ഇൻഫ്ലുവൻസിനെ നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റും ത്രൂ ഇംപ്രൂവ്ഡ് സൈക്കോ സോഷ്യൽ ഫാക്ടേഴ്സ്, സൈക്കോ സോഷ്യൽ ഡൊമൈൻസിൽ. അപ്പൊ അതുകൊണ്ട് നമ്മൾ കുട്ടിയെ ഒരു കുറ്റവാളിയായിട്ടോ കുട്ടിയെ ഒരു കുറ്റം ചെയ്ത കുട്ടിയായിട്ടോ അല്ലെങ്കിൽ വെറുക്കപ്പെടേണ്ട കുട്ടി എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള കുട്ടികളെ 18 വയസ്സിന് ശേഷമുള്ളവരെ ട്രൈ ചെയ്യുന്നത് പോലെ ട്രൈ ചെയ്താൽ മതി എന്നൊക്കെ പറയുന്നതൊക്കെ യഥാർത്ഥത്തിൽ കുട്ടിയെ എന്നുള്ള ഒരു കൺസെപ്റ്റിനെ നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് സാഹചര്യത്തിന്റെ ഇരയാണ് കുട്ടി. സാഹചര്യം സൃഷ്ടിക്കപ്പെട്ട ഒരു പ്രത്യേക പ്രത്യേക തരത്തിലുള്ള സോഷ്യൽ എൻവയോൺമെന്റിൽ കുട്ടി വളരുകയും ജനിക്കുകയും വളരുകയും ജീവിക്കുകയും ചെയ്തതിന്റെ ഒരു ഇമ്പാക്റ്റ് ആയിട്ട് നമുക്കിതിനെ